ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫേസ് യുവർ എക്സാംസ്. ഈ വീഡിയോയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ്സസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്, വേരിയസ് ടൂൾസ് ഏതൊക്കെയാണ്, ദെൻ വാട്ട് ആർ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ഇത്ര ഏരിയാസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ്സസ് നോക്കാം. വേരിയസ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് കോണ്ടന്റ് മാർക്കറ്റിംഗ്. Content marketing is a strategic form of digital marketing focused on creating and sharing valuable, relevant and consistent content to attract and engage a clearly defined audience and ultimately to drive profitable customers action. കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഡയറക്റ്റ്ലി മാർക്കറ്റ് ചെയ്യാതെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ അടുത്തുനിന്ന് ആ പ്രൊഡക്റ്റിനെ കുറിച്ചൊരു അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ള ഒരു മെത്തേഡാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ്. ദാറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് ഡയറക്ട്ലി പ്രൊമോട്ടിംഗ് എ പ്രൊഡക്റ്റ് ഓർ സർവീസസ്, ഇറ്റ് പ്രൊവൈഡ്സ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ദാറ്റ് ഹെൽപ്സ് കസ്റ്റമേഴ്സ് സോൾവ് പ്രോബ്ലംസ് ഓർ ലേൺ സംതിങ് ന്യൂ. ഓക്കെ, അതായത് ഡയറക്റ്റ്ലി ആ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാതെ കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സിനെയാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ഇമെയിൽ മാർക്കറ്റിംഗ്. ഇമെയിൽ മാർക്കറ്റിംഗ് ഈസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ദാറ്റ് ഇൻവോൾവ്സ് സെൻഡിങ് കൊമേഴ്ഷ്യൽ ഓർ പ്രൊമോഷണൽ മെസ്സേജസ് ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ത്രൂ ഇമെയിൽ. അപ്പോൾ പ്രൊമോഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ പ്രൊമോഷണൽ ആയിട്ടുള്ള മെസ്സേജസ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഇമെയിലിലൂടെ കൊടുക്കുന്ന ആ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കിനെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബിൽഡ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്, പ്രൊമോട്ട് പ്രൊഡക്ട്സ് ഓർ സർവീസസ്, ഷെയർ അപ്ഡേറ്റ്സ് ആൻഡ് ഇൻക്രീസസ് ബ്രാൻഡ് ലോയൽറ്റി. അപ്പോൾ ഇത് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് കൂട്ടാനും പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സ് കസ്റ്റമേഴ്സിനെ അറിയിക്കാനും അങ്ങനെ ബ്രാൻഡ് ലോയൽറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമെയിൽ മാർക്കറ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്കാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. SEO എന്ന് പറയും, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക് യൂസ്ഡ് ടു ഇംപ്രൂവ് എ വെബ്സൈറ്റ്സ് വിസിബിലിറ്റി ആൻഡ് റാങ്കിങ് ഇൻ സെർച്ച് എഞ്ചിൻ റിസൾട്ട്സ് പേജസ് ലൈക്ക് ഗൂഗിൾ, ബിങ് ഓർ യാഹൂ. അതായത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു വ്യക്തി സെർച്ച് എഞ്ചിനിലൂടെ സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ പ്രൊഡക്ട്സ് ആദ്യം കാണിക്കാൻ വേണ്ടി ആ ഒരു റാങ്കിങ്ങിൽ ഫസ്റ്റ് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ദ ഹയർ എ വെബ്സൈറ്റ് റാങ്ക്സ് ദ മോർ ലൈക്ലി ഇറ്റ് ഈസ് ടു അട്രാക്ട് വിസിറ്റേഴ്സ്. അപ്പം ഏറ്റവും ഹൈ റാങ്കിങ്ങിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് വിസിബിൾ ആണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേജിലേക്ക് കൺസ്യൂമേഴ്സ് എത്താനുള്ള അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. സോ ആ ഒരു മെത്തേഡിനാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. Then another one ആണ് SEM, that is search engine marketing. Search engine marketing is a digital marketing strategy used to promote websites by increasing their visibility in search engine results pages through paid advertisement. അപ്പം SEO ഒരു പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് ടെക്നിക്കല്ല, എന്നാൽ SEM എന്ന് പറയുന്നത് സെയിം കാര്യം തന്നെ, ഇവരുടെ മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഇൻ ഓർഡർ ടു പ്രൊമോട്ട് വെബ്സൈറ്റ്സ് വിസിബിലിറ്റി, ആ വെബ്സൈറ്റ് സെർച്ച് എഞ്ചിനിൽ കാണിക്കാൻ വേണ്ടി അതൊരു പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റിലൂടെ കൊടുക്കുന്നതിനെയാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് പ്ലേസിംഗ് ആഡ്സ് ഓൺ സെർച്ച് എഞ്ചിൻസ് ലൈക്ക് ഗൂഗിൾ ഓർ ബിങ് സോ ദാറ്റ് when users search for specific keywords, the advertiser's website appears at the top of the results. അപ്പോൾ പെർട്ടിക്കുലർ കീവേഡ്സ് ഒക്കെ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ വെബ്സൈറ്റ് ആദ്യം വരുന്ന ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് SEM എന്ന് പറയുന്നത്. സോ രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്ന് പെയ്ഡ് ആണ്, ദാറ്റ് ഈസ് SEM പെയ്ഡ് അഡ്വർടൈസ്മെൻ്റ് ആണ്, എന്നാൽ SEO പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് അല്ല. നെക്സ്റ്റ് വൺ ആണ് SMM, that is social media marketing. Social media marketing is a digital marketing strategy that uses social media platforms like Facebook, Instagram, Twitter, LinkedIn, YouTube and others to promote a brand, product or service. അപ്പോൾ ഒരു ബ്രാൻഡ്, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. Affiliate marketing is a performance-based digital marketing strategy where a business rewards external partners for bringing traffic or sales to its websites through the affiliates marketing efforts. അപ്പോൾ ഒരു തേർഡ് പാർട്ടീനെ വെച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്നതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്.
സോ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ നിയമിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ അവരുടെ പേജിലൂടെ ആ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മീൻസ് പ്രൊമോട്ടിംഗ് സമ്മൺ എൽസ് പ്രൊഡക്റ്റ് ആൻഡ് ഏണിങ് എ കമ്മീഷൻ വെൻ പീപ്പിൾ ബൈ ത്രൂ യുവർ റെഫറൽ ലിങ്ക്. അപ്പം ഒരു തേർഡ് പാർട്ടിയോട് പറയുകയാണ്, അത്യാവശ്യം എന്താ പറയുക പബ്ലിക്കിന് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ഉണ്ട്, അപ്പോൾ അവരോട് എൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷനിലൂടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമ്മീഷൻ അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കിനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ്. ഇറ്റ് ഈസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഡൽ വെയർ അഡ്വർടൈസേഴ്സ് പേ എ ഫീ ഈച്ച് ടൈം ദെയർ ആഡ് ഈസ് ക്ലിക്ക്ഡ് ബൈ എ യൂസർ. അപ്പോൾ പേപ്പർ അഡ്വർടൈസിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു ആഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ആഡ് എപ്പോഴൊക്കെയാണ് ഒരു യൂസർ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ മാത്രം അത് നമ്മൾ പേയ്മെൻറ്റ് നടത്തും, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസർ അത് പേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതൊരു സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്ക് തന്നെയാണ്, SEO ടെക്നിക്കിൻ്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ് പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. സോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സോ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തിട്ട് അവരിലൂടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി ദാറ്റ് ഇൻവോൾവ്സ് collaborating with influential individuals on social media or other platforms to promote a brand, product or services. സോഷ്യൽ മീഡിയയിലോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരിലൂടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് മാർക്കറ്റിംഗ്. ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ദാറ്റ് ഇൻവോൾവ്സ് using messaging apps like WhatsApp, Facebook Messenger, Telegram or other messaging apps to communicate directly with കസ്റ്റമേഴ്സോട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജിങ് ആപ്സ് യൂസ് ചെയ്യുന്നതിനെയാണ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതിലൂടെ ആൾക്കാർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജസ് അയക്കാൻ വേണ്ടി പറ്റും, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ്, കസ്റ്റമേഴ്സിന് സപ്പോർട്ട്സ് ഇങ്ങനെയുള്ള പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ്സിൽ വരുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ആണ്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വേരിയസ് ടൈപ്സ് ഓഫ് ടൂൾസ് ഉണ്ട്. സോ അത് ഏതൊക്കെയാണ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ആർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഓർ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ദാറ്റ് ഹെൽപ്സ് മാർക്കറ്റേഴ്സ് പ്ലാൻ, എക്സിക്യൂട്ട്, മാനേജ് ആൻഡ് അനലൈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് എഫക്റ്റീവ്ലി. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന വേരിയസ് ടൂൾസാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് എന്നറിയപ്പെടുന്നത്. ദീസ് ടൂൾസ് മേക്ക് ഇറ്റ് ഈസിയർ ടു പ്രൊമോട്ട് പ്രൊഡക്ട്സ് ഓർ സർവീസസ്, ട്രാക്ക് പെർഫോമൻസസ്, അനലൈസ് കസ്റ്റമർ ബിഹേവിയർ ആൻഡ് ഇംപ്രൂവ് മാർക്കറ്റിംഗ് റിസൾട്ട്സ് അക്രോസ് വേരിയസ് ഡിജിറ്റൽ ചാനൽസ് ലൈക്ക് സോഷ്യൽ മീഡിയ, ഇമെയിൽ, സെർച്ച് എഞ്ചിൻസ് ആൻഡ് അതർ വെബ്സൈറ്റ്സ്. അപ്പോൾ ഈ ടൂൾസ് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് അവരുടെ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, കസ്റ്റമേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ അവരുടെ റിസൾട്ട്സ് അനലൈസ് ചെയ്ത് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചില ടൂൾസാണ്, അതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. സോ അത് വേരിയസ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് SEO ടൂൾസ് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ടൂൾസ്. SEO tools are software applications or online platforms that help marketers analyze, optimize and improve their websites' performance in search engine results. അപ്പം SEO ടൂൾസ് എന്ന് പറയുന്നത് വേരിയസ് ടൂൾസ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ സെർച്ച് എഞ്ചിൻ റിസൾട്ട്സിൽ ആ പ്രൊഡക്റ്റിൻ്റെ വെബ്സൈറ്റ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പല തരത്തിലുള്ള ടൂൾസ് ഉണ്ട്. ആ ടൂൾസിനെയാണ് SEO ടൂൾസ് എന്ന് പറയുന്നത്. So these are tools that helps marketers to analyze, optimize and improve their websites performance in search engine results. അപ്പോൾ സെർച്ച് എഞ്ചിൻ റിസൾട്ട്സിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ വെബ്സൈറ്റ് വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസിനെയാണ് SEO ടൂൾസ് എന്ന് പറയുന്നത്. സോ അത് പലതരത്തിലുള്ള ടൂൾസ് ഉണ്ട്. ഗൂഗിൾ സെർച്ച് കൺസോൾ, SEMrush, മോസ്, ഗൂഗിൾ അനലിറ്റിക്സ്, ഇങ്ങനെ പലതരത്തിലുള്ള ടൂൾസ് ഉണ്ട്. സെക്കൻഡ് വൺ ആണ് കോണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. Content management system is a software application that helps users to create, edit, organize and publish digital content, usually for websites, without needing advanced technical or coding skills. So അധികം ഇങ്ങനെ കോഡിങ് അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ആൾക്കാർക്ക് അവരുടെ പ്രൊഡക്റ്റ് വെബ്സൈറ്റിൽ വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ടെക്നിക്സിനാണ് കോണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ദാറ്റ് ഹെൽപ്സ് users to create, edit and organize
ദെയർ കോണ്ടൻറ്റ്, അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ക്രിയേറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക ആൻഡ് പബ്ലിഷ് ചെയ്യുക. ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസാണ് കോണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ വരുന്നതാണ് ബസ്സുമോ, ക്യാൻവ, ഗ്രാമർലി, വേർഡ് പ്രസ്, ജൂംല, ഇതൊക്കെ ഇതിൽ വരുന്ന ടൂൾസാണ്. ദെൻ തേർഡ് വൺ ആണ് ഇമെയിൽ മാർക്കറ്റിംഗ് ടൂൾസ്. Email marketing tools are software applications or online platforms that help businesses create, send, manage and analyze email campaigns effectively. നമ്മൾ തൊട്ട് മുന്നേ ഇമെയിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇമെയിലിലൂടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നതാണ് ഇമെയിൽ മാർക്കറ്റിംഗ്. അപ്പോൾ അത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുക, സെൻഡ് ചെയ്യുക, ആ ഇമെയിൽ മാനേജ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസിനെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന മെയിനായിട്ടുള്ള ടൂൾസ് മെയിൽ ചിംപ്, കോൺസ്റ്റൻറ്റ് കോൺടാക്ട്, സെൻഡ് ഇൻ ബ്ലൂ, ഹബ്സ്പോട്ട്, ഇങ്ങനെയുള്ള വേരിയസ് ടെക്നിക്സ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ടൂൾസ്. So social media management tools are software applications that help individuals and businesses manage, schedule and analyze their social media activities across multiple platforms like Facebook, Instagram, LinkedIn, etc. സോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ മാർക്കറ്റിംഗ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യേണ്ട പ്രൊഡക്ട്സ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസിനെയാണ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ടൂൾസ് എന്ന് പറയുന്നത്. ഇതൊരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആയിരിക്കും. അതിലൂടെ ആ ആപ്ലിക്കേഷനിലൂടെ അവർക്ക് സോഷ്യൽ മീഡിയയിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യാനും അനലൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും എല്ലാം സാധിക്കും. സോ ഇതിൽ മെയിനായിട്ട് വരുന്നതാണ് ഹൂട്ട്സ്യൂട്ട്, ബഫർ, സ്പ്രൗട്ട് സോഷ്യൽ, ലേറ്റ്, ഇതൊക്കെ ഇതിൽ വരുന്ന ടെക്നിക്സ് ആണ്. നെക്സ്റ്റ് വൺ ആണ് അനലിറ്റിക് ടൂൾസ്. അനലിറ്റിക് ടൂൾസ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെൻറ്റ് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്, ബെനിഫിഷ്യൽ ആണോ ഇല്ലയോ, അങ്ങനെയുള്ള അനാലിസിസ് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസാണ് അനലിറ്റിക്സ് ടൂൾസ്. ഇതിൽ വരുന്നതാണ് ഗൂഗിൾ അനലിറ്റിക്സ്, അഡോബ് അനലിറ്റിക്സ്, ദെൻ ട്വിറ്റർ അനലിറ്റിക്സ്, ഇങ്ങനെയുള്ള വേരിയസ് അനലിറ്റിക്കൽ ടൂൾസ്. നെക്സ്റ്റ് വണ്ണാണ് പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ് ടൂൾസ്. നമ്മൾ എന്താണ് പേപ്പർ ക്ലിക്ക് എന്ന് പറഞ്ഞിരുന്നു? ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഒരു കസ്റ്റമർ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം പേ ചെയ്യേണ്ടി വരുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. സോ അത് ചെയ്യുന്ന കുറേ ടൂൾസ് ഉണ്ട്. സോ ഇതിൽ വരുന്നതാണ് ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ, ബിങ്സ് ആഡ്സ്, SEMrush, ഇതൊക്കെ പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ് ടൂൾസിൽ അണ്ടറിൽ വരുന്നതാണ്. സോ നെക്സ്റ്റ് വൺ ആണ് ഗ്രാഫിക് ഡിസൈൻ ടൂൾസ്. So graphic design tools are software applications or online platform that help creators design visual content. അപ്പം വിഷ്വലി ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള കണ്ടൻറ്റ്, അതിപ്പോൾ ഒരു പോസ്റ്റർ ആവാം, ലോഗോ ആവാം, ബാനേഴ്സ് ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിനെയാണ് ഗ്രാഫിക് ഡിസൈൻ ടൂൾസ് എന്ന് പറയുന്നത്. സോ ഗ്രാഫിക് ഡിസൈൻ ടൂൾസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ്, ക്യാൻവ, സ്കെച്ച്, ഇതൊക്കെ ഗ്രാഫിക് ഡിസൈൻ ടൂൾസിൻ്റെ അണ്ടറിൽ വരുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് വീഡിയോ മാർക്കറ്റിംഗ് ടൂൾസ്. വീഡിയോ മാർക്കറ്റിംഗ് ടൂൾസ് ആർ പോപ്പുലർ പ്ലാറ്റ്ഫോംസ് ഫോർ ഹോസ്റ്റിംഗ് ആൻഡ് ഷെയറിംഗ് വീഡിയോസ്. നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഉണ്ടാക്കിയ വീഡിയോ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, അതാണ് വീഡിയോ മാർക്കറ്റിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. സോ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഇങ്ങനെയുള്ള ഏരിയാസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെയാണ് വീഡിയോ മാർക്കറ്റിംഗ് ടൂൾസിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസുമാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. അതിലൊന്നാമതാണ് എഫിഷ്യൻസി ആൻഡ് ഓട്ടോമേഷൻ. ടൂൾസ് ഓട്ടോമേറ്റ് റിപ്പീറ്റേറ്റീവ് ടാസ്ക് സച്ച് ആസ് പോസ്റ്റിംഗ് ഓൺ സോഷ്യൽ മീഡിയ, സെൻഡിങ് ഇമെയിൽസ് ഓൺ ട്രാക്കിംഗ് അനലിറ്റിക്സ്. അപ്പം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ടൂൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇറ്റ് സേവ്സ് ടൈംസ് ആൻഡ് എഫേർട്സ് ഓഫ് മാർക്കറ്റേഴ്സിൻ്റെ ടൈം, എഫേർട്സ് ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ടൂൾസ് യൂസ് ചെയ്യാം. ദെൻ ഇംപ്രൂവ്ഡ് ടാർഗറ്റിംഗ്, അനദർ അഡ്വാൻറ്റേജ് ആണ് ഇംപ്രൂവ്ഡ് ടാർഗറ്റിംഗ്. അതായത് നമ്മുടെ ടാർഗറ്റിംഗ് കസ്റ്റമേഴ്സ് ആരാണെന്ന് കണ്ടുപിടിക്കാനും അവരിലേക്ക് കൂടുതലായിട്ട് ആ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള ആഡ്സ് എത്തിക്കാനും വേണ്ടിയിട്ടും സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ്. അപ്പം ചുമ്മാ ഒരു ഊഹത്തിൽ ഡിസിഷൻസ് എടുക്കാതെ കൃത്യമായുള്ള ഡാറ്റ യൂസ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റേഴ്സിന് സാധിക്കുന്നു. ദെൻ കോസ്റ്റ് എഫക്റ്റീവ് മാർക്കറ്റിംഗ്, മറ്റ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ടെക്നിക്സിനെ അപേക്ഷിച്ച് വളരെയധികം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്. ദെൻ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ്, കൂടുതൽ കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും 2-way കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ പോസിബിളാണ്. ദെൻ റിയൽ ടൈം ട്രാക്കിംഗ് ആൻഡ് അനലിറ്റിക്സ്, കൃത്യമായിട്ട് അതാത് സമയത്തെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും.
ദെൻ ഗ്ലോബൽ റീച്ച്, അതുപോലെ തന്നെ ഗ്ലോബലി ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എത്തിക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് വേസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്. ദെൻ എൻഹാൻസ്ഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് കോണ്ടന്റ് ക്വാളിറ്റി, അപ്പം കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി കോണ്ടന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദീസ് ആർ സം ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്. ഡിസഡ്വാൻറ്റേജസ് നോക്കുമ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഹൈ കോമ്പറ്റീഷൻ. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആഡ്സ് വളരെയധികമാണ്. സോ ഇതൊരു ചീപ്പ് ഏരിയയും അതുപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രൊഡക്ട്സും ആഡ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും. ദെൻ ലേണിംഗ് കേർവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും അറിയണമെന്നില്ല. ചില സോഫ്റ്റ്വെയർസ് എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്യാൻ അത് ആദ്യം നല്ലപോലെ പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് വണ്ണാണ് കോസ്റ്റ് ഓഫ് പ്രീമിയം ടൂൾസ്. ദാറ്റ് ഈസ് പ്രീമിയം ടൂൾസ് മീൻസ് ഏറ്റവും ഹൈ എൻഡ് ടൂൾസ് ഒക്കെ കിട്ടണമെങ്കിൽ അതിന് അഡീഷണൽ ക്യാഷ് കൊടുക്കേണ്ടി വരും. ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർ അഡീഷണൽ ആയിട്ട് പ്രീമിയം ടൂൾസ് ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരും. ദെൻ ഡാറ്റ പ്രൈവസി കൺസേൺസ് ഈസ് അനദർ ഇഷ്യൂ. യൂസ് ചെയ്യുന്ന പബ്ലിക്കിൻ്റെ ഡാറ്റ പ്രൈവസി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ദെൻ ടു മച്ച് ഡിപ്പെൻഡൻസ് ഓൺ ഇൻ്റർനെറ്റ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇൻ്റർനെറ്റിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ അതില്ലാതെ ഒരിക്കലും ഈ ടൂൾസ് ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ദെൻ ഇൻഫർമേഷൻ ഓവർലോഡ് ഈസ് അനദർ ഡിസഡ്വാൻറ്റേജ്. ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ദെൻ അനദർ വൺ ഈസ് ഫ്രീക്വൻറ്റ് അൽഗോരിതം ചേഞ്ചസ്. നമുക്കറിയാം യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇവരുടെ അൽഗോരിതം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും ആൾക്കാരിലേക്ക് നമ്മുടെ ആഡ് എത്തുന്നുണ്ടാവുക. സോ ഫ്രീക്വൻ്റ്ലി ഇത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു മാർക്കറ്റർ യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ടെക്നിക്സും മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. സോ റിസ്ക് ഓഫ് ഓട്ടോമേഷൻ എറേഴ്സ്, അങ്ങനെ ഓട്ടോമേഷൻ എറേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്സ് ഒക്കെ വരുന്ന എറേഴ്സ് സംഭവിക്കാനുള്ള ചാൻസും ഉണ്ട്. സോ ദീസ് ആർ സം ഓഫ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്. സോ ഈ ഏരിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ ബിസിനസ്സിൽ എങ്ങനെയാണിത് യൂസ് ചെയ്യുന്നത്. ഇത്ര ഏരിയാസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. സോ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്